نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യം സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ റഹ്മാനായ റബ്ബിന്റെ വിധികളെയും വിലക്കുകളെയും മാനിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യകുലം ഇന്ന് വ്യത്യസ്തങ്ങളായ ഏർപ്പാടുകളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കാൻ വേണ്ടി നിരവധി ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ജോലികളും അവന്റെ ഏർപ്പാടുകളുമെല്ലാം അവന്റെ ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളെയും സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ചിന്തകളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു വലിയ ആഗ്രഹമാണ് ഈ ലോകത്ത് ഒരു കുഞ്ഞു വീടാണെങ്കിലും ഒരു വീട് സ്വന്തമായി ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ഈ ഭൗതിക ലോകത്ത് ഒരു വീട് വെക്കാൻ വേണ്ടി മനുഷ്യൻ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അധ്വാനിക്കുകയാണ്. അവന്റെ കുടുംബത്തെ വിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും എല്ലാം വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് അവൻ മാറി താമസിക്കുന്നു. സഹോദരന്മാരെ, നാം ആലോചിക്കേണ്ടത്, എന്തിനാണ് ഈ ലോകത്ത് നാം വീട് വെക്കുന്നത്? പല ഉത്തരങ്ങളായിരിക്കും. സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ തന്റെ കുടുംബത്തോടൊപ്പം മരണം വരെ ജീവിക്കാൻ. അങ്ങനെയാണെങ്കിൽ നാം ആലോചിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എത്ര തന്നെ സമാധാനത്തോടുകൂടെ എത്ര തന്നെ സന്തോഷത്തോടുകൂടെ ജീവിച്ചാലും ആ ജീവിതത്തിനൊരു പരിധിയുണ്ടല്ലോ. അപ്പോൾ എത്ര നല്ല ഏറ്റവും ഉന്നത നിലവാരമുള്ള മെറ്റീരിയൽസുകൾ ഉപയോഗിച്ച് നമ്മൾ നല്ല ഒരു സൗധം, നല്ല ഒരു ഭവനം ഉണ്ടാക്കിയാലും ആ വീടിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ ആ വീട്
ദുർബലമായി കൊണ്ട് നശിച്ചു പോകാനുള്ളതാണ്. ഇനി മാത്രമല്ല, വീട് നശിക്കുകയില്ല എങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യനും ഉണ്ട് ഒരു നാശം, ഒരു സമയം. അവന്റെ മരണമെന്ന ആ സമയം ഉണ്ട്. മരണമെത്തുന്നതോടുകൂടെ വീട് അവിടെ നിൽക്കുന്നുവെങ്കിലും ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയും. രണ്ടു തന്നെ ആയാലും ഈ ലോകത്ത് ശാശ്വതത്വമില്ല എന്ന തിരിച്ചറിവിലേക്ക് നാം ഓരോരുത്തരും എത്തേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ദുനിയാവ് നമ്മളിൽ നിന്നും വിട്ടുപോകാനുള്ളതാണ്. അതിന് എത്ര തന്നെ സൗകര്യമേറിയാലും കുറഞ്ഞാലും അത് ഇത്ര കാലം വരെ മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. അതിനപ്പുറമുള്ള ഒരു ലോകത്തേക്ക് ഈ ലോകത്ത് ജനിച്ചു വീണ ഓരോ മനുഷ്യനും കടന്നു ചെല്ലേണ്ടതുണ്ട് എന്നതാണ് ജീവിത യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ദുനിയാവിൽ വീട് വെക്കാൻ ഒരാൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എങ്കിൽ ഒന്നുകൂടെ ചിന്തിച്ചുകൊണ്ട് ഒരു ബുദ്ധിമാൻ ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ നശിച്ചു പോകുന്ന ലോകത്തല്ല എനിക്ക് ശാശ്വതമായ വീട് വേണ്ടത്, മറിച്ച് നാളെ പിറ്റേന്ന് എത്താനുള്ള, കയറിച്ചെല്ലാനുള്ള പരലോകത്താണ് എനിക്ക് നശിക്കാത്ത, നശിച്ചു പോകാത്ത, നീങ്ങിപ്പോകാത്ത ഒരു ഭവനം വെക്കേണ്ടത്. അതുകൊണ്ട് സ്വർഗത്തിൽ ഒരു ഭവനം എനിക്ക് വേണം. ആ സ്വർഗത്തിൽ ഒരു വീട് വെക്കാൻ ഞാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന ഒരു ചിന്തയിലേക്ക് നാം ഓരോരുത്തരും എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പണികൾ, അമലുസ്വാലിഹാത്തുകൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഓരോരുത്തരും ഇപ്പോൾ തന്നെ ചെയ്തു വെക്കേണ്ടതുണ്ട് എന്നതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു വ്യക്തി ദുനിയാവാണ് പ്രധാനമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉപമയെക്കുറിച്ച്, അവന്റെ അവസ്ഥയെക്കുറിച്ച് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഒരു ഉദാഹരണം കൊണ്ടുവരുന്നുണ്ട്. ഒരു സിംഹം, ആ സിംഹത്തെ പേടിച്ചുകൊണ്ട് ഓടി ഒളിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ അവൻ ഓടി ഓടി ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയാണ്. പൊട്ടക്കിണറ്റിലേക്ക് വീഴുമ്പോൾ ആ വീഴ്ചയിൽ അവൻ പൊട്ടക്കിണറ്റിലേക്ക് താങ്ങി നിൽക്കുന്ന വള്ളിയിൽ അമർത്തിപ്പിടിച്ചു. അതോടുകൂടെ ആ കിണറിന്റെ ആഴങ്ങളിലേക്ക് പതിക്കാതെ അവൻ ആ വള്ളിയിൽ തൂങ്ങി നിൽക്കുകയാണ്. അങ്ങനെ മുകളിൽ നോക്കുമ്പോൾ പൊട്ടക്കിണറ്റിലേക്ക് തലയിട്ട് നിൽക്കുന്ന സിംഹത്തെയാണ്. ആ സിംഹം ഗർജിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവൻ ആ കിണറിലേക്ക് താങ്ങി നിൽക്കുമ്പോൾ, താഴ്ന്നു നിൽക്കുമ്പോൾ ആ പിടിവള്ളിയത എലികൾ വന്നുകൊണ്ട് കാർന്നു തിന്നുന്നു. മുകളിൽ ഉള്ളത് ഏറ്റവും ഭീകരമായ അവസ്ഥ. താൻ പിടിച്ച പിടിവള്ളിയാണെങ്കിൽ അല്പസമയം കഴിഞ്ഞാൽ അത് പൊട്ടി വീഴും. ആ സമയത്ത് മരത്തിന്റെ മുകളിൽ നിന്നും ഉറ്റി വീഴുന്ന ഒരു തേൻതുള്ളിയിലേക്ക് നാവ് നീട്ടിക്കൊണ്ട് ആ തേൻതുള്ളി ആസ്വദിച്ചുകൊണ്ട് അവൻ പരിസരം മറക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പരിസരം മറക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അടുത്ത നിമിഷം താഴെ ആ കിണറിലേക്ക് വീണ് അവന്റെ മരണമാണ് സംഭവിക്കാനുള്ളത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ അതിനെല്ലാം മറന്നുകൊണ്ട് നിസ്സാരമായ ആസ്വാദനത്തിൽ മുഴുകി അവന്റെ ജീവിതത്തെ തന്നെ മറന്നുപോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യന്റെ ഉപമയാണ്, നാളെ പിറ്റേന്ന് മരണപ്പെടാനുള്ളവനാണ് ഞാൻ എന്ന ഒരു യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവന്റെ ഉപമ എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നതായി, നമ്മോട് പറഞ്ഞു തരുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് പ്രിയപ്പെട്ടവരെ ഐഹിക ലോകത്തിന്റെ, ഈ ഭൗതികമായ ലോകത്തിന്റെ അവസ്ഥ. ഏതെങ്കിലും ഒരു സമയത്ത് നാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടവനാണ്. ഒരിക്കലും നശിക്കാത്ത ഒരു ലോകത്തേക്ക് നാം ഓരോരുത്തരും എത്തേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൂടെ, ഖുതുബകളിലൂടെ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയം ഞാനും നിങ്ങളും മരണപ്പെട്ട് ഈ ലോകത്തുനിന്ന് വിട പറയണം, യഥാർത്ഥ ജീവിതം പരലോകമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന ഒരു കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അലയിൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ. എത്ര മനുഷ്യനെ ഉത്ബോധിപ്പിച്ചാലും അവന് ഏറെ പ്രാധാന്യം ഈ ഭൗതിക ലോകമാണ്. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. എന്നാൽ ഏറ്റവും ഉന്നതമായതും എന്നെന്നും ബാക്കിയാകാനുള്ളതും അത് പരലോകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ആ പരലോകത്ത് വിജയിച്ചുകൊണ്ട് അവിടെ ശാശ്വതമായി സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു ഭവനം ഉണ്ടാക്കിയെടുക്കുന്നവനായി നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. യഥാർത്ഥ വിജയി അവൻ നാളെ മരണപ്പെട്ടതിന് ശേഷം നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നവനാണ്. അത് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിന്റെ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കി.
കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യനും ഓരോ ദേഹവും അവൻ മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, അവന്റെ പ്രതിഫലം അത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ അവന് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു പറയുന്ന വാചകം, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ആരാണോ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥ വിജയി. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഭൗതിക ലോകം കബളിപ്പിക്കുന്ന വഞ്ചിക്കുന്ന ഒരു ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യ ചിന്തയിലേക്ക്, യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വിശ്വാസികളെ നാം ഓരോരുത്തരും കടന്നു വരേണ്ടതുണ്ട്. ഈ സ്വർഗത്തെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ട ആളുകളായിരുന്നു സഹാബിമാർ. ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ ബദർ യുദ്ധത്തിന്റെ രംഗം അരങ്ങേറാനിരിക്കുകയാണ്. ആ ബദർ യുദ്ധം നടക്കുന്ന വേളയിൽ സ്വഹാബിമാരുടെ ഇടയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മറ്റാരുമല്ല, പിതാവും ഒരു മകനും. പിതാവിന്റെ പേര് ഖൈസമ, അല്ലെങ്കിൽ സന്താനത്തിന്റെ പേര്, മകന്റെ പേര് ഖൈസമ റളിയല്ലാഹു അൻഹു, ഉപ്പയുടെ പേര് ഹാരിസ്. ഖൈസമയും പിതാവ് ഹാരിസും തമ്മിൽ തർക്കമാണ്. എന്തിനാണ് തർക്കം? ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പുറപ്പെടുവിച്ചു. അതുകൊണ്ട് പരസ്പരം തർക്കിക്കുന്നു. പിതാവ് പറയുന്നു, ഹാരിസ് റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നു, മകനെ, ഞാൻ പോയിക്കൊള്ളാം, ഇതൊരു പക്ഷേ എനിക്ക് സ്വർഗം ലഭിക്കാനുള്ള അവസരമായിരിക്കും, അതുകൊണ്ട് എന്റെ കൽപ്പനക്ക് മകൻ എതിര് നിൽക്കരുത്, എന്നെ സമ്മതിക്കണം. പെൺകുട്ടികളുടെ, നിന്റെ അനുജത്തിമാരുടെ കാര്യങ്ങൾ നോക്കി നീ ഇവിടെ വീട്ടിലിരിക്കണം. ഞാൻ പോയി, ഉപ്പ പോയി ബദറിൽ യുദ്ധത്തിൽ പങ്കെടുത്തുകൊള്ളാം എന്നാണ് പിതാവ് പറയുന്നത്. മഹാനായ ഖൈസമ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഓ പിതാവേ, ഇല്ല, ഇത് സ്വർഗത്തിന്റെ വിഷയമാണ്, ഇവിടെ എനിക്കാണ് സ്വർഗം വേണ്ടത്, അതുകൊണ്ട് ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പിതാവും മകനും തമ്മിൽ ചർച്ച ചെയ്യുകയാണ്, തർക്കിക്കുകയാണ്. അങ്ങനെ അവസാനം അവർ നറുക്കിടാൻ തീരുമാനിച്ചു. നറുക്ക് വീണത്, അവസരം ലഭിച്ചത് മകനായ ഖൈസമ റളിയല്ലാഹു അൻഹുവിനാണ്. ഉടനെ തന്നെ പിതാവായ ഹാരിസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുന്നു, എന്റെ മകന് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് തെളിഞ്ഞത്. അങ്ങനെ ഖൈസമ റളിയല്ലാഹു അൻഹു, മകനായ ഖൈസമ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദറിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ബദറിൽ ഷഹീദായ 14 പേരിൽ ഒരാളുടെ പേര് നമ്മൾ നോക്കുമ്പോൾ ഖൈസമ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയായി മാറി. ഞാൻ പറഞ്ഞു വന്നത്, ഒരു യുദ്ധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ മാറി നിൽക്കാനല്ല അവർ മത്സരിച്ചത്, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടാവുകയും സ്വർഗം അവർ ലക്ഷ്യം വെക്കുകയുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്വഹാബിമാരുടെ മാതൃക നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ സഹോദരന്മാരെ, ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് അത് പരലോകത്താണ് എന്ന ചിന്തയിലേക്ക് നാം ഓരോരുത്തരും വരേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകത്ത് നിന്ന് വിട പറഞ്ഞ് യഥാർത്ഥ ജീവിതത്തിലേക്ക് ഓരോ മനുഷ്യനും കാലെടുത്തു വെക്കുമ്പോൾ അത്ഭുതകരമായ സംഗതികളാണ് കാണാനിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ദുനിയാവിൽ എത്രയോ വലിയ പ്രാധാന്യത്തോടുകൂടെ കണ്ട പലതും ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്ന വേളയാണ് ഒരു മനുഷ്യൻ പരലോകത്തേക്ക് കാലെടുത്തു വെക്കുമ്പോൾ സംഭവിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ അലി റളിയല്ലാഹു ഒരുപാട് മാതൃക കാണിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത പ്രകൃതിയിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, ഇടക്കിടയ്ക്ക് അദ്ദേഹം ഖബർ സന്ദർശിക്കുമായിരുന്നു, ഖബർസ്ഥാൻ അദ്ദേഹം സന്ദർശിക്കുമായിരുന്നു. അപ്പൊ ഇടക്കിടക്ക് അദ്ദേഹം ഖബർ സന്ദർശിച്ചുകൊണ്ട് ഖബറാളികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവർ ആ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുമായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രവണതയാണ്. അങ്ങനെ ഒരിക്കൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഖബർസ്ഥാൻ സന്ദർശിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ആ ഖബറാളികളുടെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അഹ്ലൽ ഖുബൂർ, അല്ലയോ ഖബറാളികളെ, മരണപ്പെട്ടു പോയവരെ, ഇന്ന അംവാലകും ഖദ് ഖുസിമത്, ഓ ഖബറാളികളെ, നിങ്ങളുടെ സമ്പത്ത് ഇതാ വീതം വെക്കപ്പെട്ടിരിക്കുന്നു. വ ഇന്ന അസ്വാജകും ഖദ് സുവ്വിജത്, നിങ്ങളുടെ ഭാര്യമാർ, അവരെ മറ്റുള്ളവർ, നിങ്ങളുടെ വിയോഗശേഷം മറ്റുള്ളവർ വിവാഹം ചെയ്തു, അവർ മറ്റുള്ളവരുടെ ഭാര്യമാരാണ്.
അതുപോലെ തന്നെ വഇന്ന ബുയൂതകും ഖദ് സുക്കിനത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിർമ്മിച്ച നിങ്ങളുടെ ഭവനങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ആയുസ് ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ പണിതുയർത്ത നിങ്ങളുടെ ഭവനം അത് മറ്റുള്ളവർ വീതം വെച്ച് കൊണ്ടുപോയി, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിന്റെ അവകാശികളായി കൊണ്ട് ഇവിടെ മാറിക്കഴിഞ്ഞു. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ ഖബറിൽ ഒറ്റക്കാണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ സാങ്കല്പികമായി മറുപടി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൗ റുദ്ദു, അല്ലാഹുവാണേ സത്യം, ഇവിടത്തെ ഖബറാളികൾ എനിക്ക് മറുപടി തരുമായിരുന്നെങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു, ഇന്ന ഖൈറസ്സാദി തഖ്വാ, അല്ലയോ അലി, ഈ ഭൗതിക ലോകത്ത് ഏറ്റവും വലിയ ലാഭം അത് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമായിരുന്നു. അപ്പോ വലിയ സമ്പത്തോ വലിയ ആർഭാടകരമായ വീടോ ഒരുപാട് സന്താനങ്ങൾ ഒന്നുമല്ല നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്നത് ഞാൻ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ജീവിതമാണ്, തഖ്വയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആ ജീവിതമാണ് എനിക്ക് ഉപകാരപ്പെടുന്നത് എന്ന് അവർ മറുപടി പറയുമായിരുന്നു എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇതാണ് യാഥാർത്ഥ്യം. നാളെ പിറ്റേന്ന് നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്നത് പരലോകത്തിനു വേണ്ടി നമ്മൾ ചെയ്ത അമലുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് പരലോകത്ത് വിജയിച്ച ഒരു മനുഷ്യൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവന്റെ സന്തോഷം പ്രകടിപ്പിക്കുമെന്നാണ്. അതും സൂറത്തുൽ ഹാഖയുടെ 19 മുതലുള്ള ആയത്തിൽ അള്ളാഹു സവിസ്തരം വ്യക്തമാക്കി തരുന്നുണ്ട്. സൂറത്തുൽ ഹാഖയുടെ 19 മുതലുള്ള ആയത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലതുകൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ അവർ പറയും, ഫയഖൂലുഹാ ഉമുഖ്റഊ കിതാബിയാ, എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവർ പറയും, ഇതാ നിങ്ങൾ നോക്കൂ, ഇഖ്റഊ കിതാബിയാ, എന്റെ കിതാബ്, ഞാൻ ചെയ്ത അമലു സ്വാലിഹാത്തുകൾ എല്ലാം രേഖപ്പെടുത്തിയ ഗ്രന്ഥം ഇതാ, ഇത് നിങ്ങൾ എല്ലാവരും കാണൂ. എന്നിട്ട് അവൻ പറയും, ഇന്നീ വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയാ, ഇങ്ങനെ ഒരു വിചാരണ വരാനുണ്ട് എന്ന് ഞാൻ കൃത്യമായി വിചാരിച്ചിരുന്നു, കണക്കുകൂട്ടിയിരുന്നു. ഫഹുവ ഫീ ഈശത്തി റദിയാ, ആ വിജയിച്ച വ്യക്തി അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. എന്നിട്ട് പറയുകയാണ്, എന്താണ് തൃപ്തികരമായ ജീവിതം? ഫീ ജന്നത്തിൻ അലിയാ, ഉന്നതമായ സ്വർഗമാണ് അത്. ഖുതൂഫുഹാ ദാനിയാ, ആ സ്വർഗത്തിന്റെ കാഴ്കനികൾ അവന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നു. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖലിയാ, എന്നിട്ട് അവരോട് പറയും, കുലൂ വശ്റബൂ, നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ കുടിച്ചോളൂ, ഹനീഅൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര. എന്തുകൊണ്ടാണത്? ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖലിയാ, കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ അഥവാ ഭൗതികമായ ലോകത്ത് നിങ്ങൾ ചെയ്തു കൂട്ടിയ നന്മയുടെ പ്രതിഫലമായി കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സൗഭാഗ്യമുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഇത് ആസ്വദിച്ചുകൊള്ളൂ എന്ന് അവരോട് പറയപ്പെടുമെന്നാണ്. അപ്പൊ ഇതാണ് ഭൗതിക ലോകത്ത് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിഷ്ഠകൾ സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് ലഭിക്കാനുള്ളത്. മറിച്ച് ഭൗതികമായ ജീവിതത്തിൽ അതിൽ ആനന്ദം കണ്ടുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അവന്റെ ദീനിനെയും പരിഗണിക്കാതെ ജീവിച്ച ആളുകൾ അവരും നാളെ പരലോകത്ത് വരും. അവരുടെയും അവസ്ഥ ഇതിന്റെ തുടർന്നുകൊണ്ടുള്ള ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ഇടതു കൈയിൽ വിശ്വാസികൾക്ക് വലതു കൈയിലാണ് ഗ്രന്ഥം കൊടുത്തത്. എന്നാൽ അവിശ്വാസികളായ ധിക്കാരികളായ ആളുകളുണ്ടല്ലോ, അള്ളാഹുവിനെ കാണേണ്ടതുപോലെ ഗൗനിക്കേണ്ടതുപോലെ ഗൗനിക്കാതെ അവന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി ജീവിച്ച ആളുകൾക്ക് അവന്റെ ഇടത് കൈയിൽ ഗ്രന്ഥം കൊടുക്കുമെന്നാണ്. എന്നിട്ടോ ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയാ, ആ മനുഷ്യൻ പറയും, എന്റെ റബ്ബേ, എനിക്ക് ഈ ഗ്രന്ഥം ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വലം അദ്രി മാ ഹിസാബിയാ, എന്റെ കണക്കുകളൊന്നും, ഞാൻ ചെയ്തു കൂട്ടിയ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖളിയാ, കഴിഞ്ഞ ദിനരാത്രങ്ങളെല്ലാം
മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു പോയിരുന്നെങ്കിൽ മാ അഗ്നാ അന്നി മാലിയ, ഇന്ന് ഞാൻ ദുനിയാവിൽ വെച്ച് സമ്പാദിച്ചു കൂട്ടിയ എന്റെ ധനമൊന്നും ഉപകാരപ്പെടുന്നില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, ദുനിയാവിൽ എനിക്കുണ്ടായ അധികാരങ്ങൾ, എന്റെ സ്വാധീനങ്ങളൊന്നും എനിക്ക് ഈ പരലോകത്ത് വില പോകുന്നില്ലല്ലോ. വലം അദ്രിമാ ഹിസാബിയ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു കണക്കൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ കുറ്റവാളി വിലപിച്ചുകൊണ്ട് പറയുമെന്നാണ്. അപ്പൊ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിൽപ്പെട്ട പലരും ജീവിക്കുന്നത് തന്നെ പരലോകത്തെ മറന്നുകൊണ്ടാണ്. ദുനിയാവിന്റെ നൈമിഷികമായ ആസ്വാദനങ്ങളിൽ അതിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സമ്പത്തിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ സന്താനങ്ങളുടെ അവരുടെ സന്തോഷങ്ങളിൽ ഇതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതിനപ്പുറം ബർസഖിന്റെ ലോകമെത്തിയാൽ അവിടെ സന്താനങ്ങളോ സമ്പത്തോ ഒന്നും ഉപകാരപ്പെടുകയില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നാം ഓരോരുത്തരും എത്തേണ്ടതുണ്ട്. ഇനി നാം മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കുമെന്ന ഒരു ചിന്ത നമ്മളുടെ ഇടയിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു തരുന്ന ഒരു ഹദീസിൽ എങ്ങനെയാണ് സ്വർഗത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ അള്ളാഹു വരച്ചു കാണിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ, എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നതായ സ്വർഗം അതെങ്ങനെയുള്ളതാണ്. മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും തന്നെ കണ്ടിട്ടില്ല. വലാ ഉദ്നുൻ സമിഅത്, ഒരു കാതും അതിന്റെ വർണ്ണനകൾ കേട്ടിട്ടില്ല. വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരാളുടെയും ഹൃദയം കൊണ്ട് വിഭാവനം ചെയ്യാൻ കഴിയാത്തതാണ് സ്വർഗം. അപ്പൊ അങ്ങനെയുള്ള സ്വർഗത്തെ മുൻപിൽ കണ്ടുകൊണ്ടാണ് നാം ഓരോരുത്തരും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ചില സംഗതികളിൽ ഒരു ചോദ്യം, യാ റബ്ബി മാ അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസില, അള്ളാഹുവേ, സ്വർഗത്തിൽ എത്തിപ്പെടുന്ന മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും നിസ്സാരമായ അനുഗ്രഹം ഏതാണ്? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹുവ റജുലുൻ, അതൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹമാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ അനുഗ്രഹം. എന്നിട്ട് പറയുകയാണ്, യഅതി ബഅദമാ യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകേണ്ടുന്ന ആളുകളെല്ലാം സ്വർഗത്തിലെത്തി അവസാനം സ്വർഗത്തിലെത്തിപ്പെടുന്ന ഒരു മനുഷ്യൻ, അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. അപ്പൊ അവൻ അത്ഭുതത്തോടുകൂടെ ചോദിക്കും, ഐ റബ്ബി, അല്ലാഹുവേ, കൈഫ വഖദ് നസലൻ നാസു മനാസിലഹും, അല്ലാഹുവേ, ഞാൻ എങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാണ്? സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം അവർ വീതം വെച്ചെടുത്തുവല്ലോ. അപ്പൊ ഇനി ഞാൻ സ്വർഗത്തിൽ പോയാൽ എനിക്ക് എന്താണ് ലഭിക്കാനുള്ളത് എന്ന് ഈ മനുഷ്യൻ അത്ഭുതത്തോടുകൂടെ ചോദിക്കുമെന്നാണ്. അപ്പൊ അല്ലാഹുവിനോട് പറയും, അല്ല മനുഷ്യ, ദുനിയാവിൽ ഏറ്റവും വലിയ ഒരു രാജാവിനുണ്ടാകേണ്ടുന്ന എല്ലാ അധികാരവും ഞാൻ നിനക്ക് നൽകിയാൽ നീ തൃപ്തനാകുമോ? അപ്പൊ അവൻ പറഞ്ഞു, റളീതു റബ്ബി, അതേ റബ്ബേ, പൂർണ്ണമായ തൃപ്തി എനിക്ക് ആ വിഷയത്തിലുണ്ട്. അങ്ങനെ ലഭിച്ചാൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. അപ്പൊ അല്ലാഹു പറയുകയാണ്, എങ്കിൽ നിനക്ക് ഒരു രാജാവിന്റെ മടങ്ങല്ല, 10 രാജാവിന്റെ അനുഭവങ്ങൾ, അവന്റെ 10 രാജാക്കന്മാർക്കുണ്ടാകുന്ന എല്ലാവിധ സുഖങ്ങളുമുണ്ട്. അപ്പൊ 10 രാജാക്കന്മാർക്ക് ലഭിക്കാവുന്ന എല്ലാവിധ സുഖ അനുഗ്രഹങ്ങളും നിനക്ക് സ്വർഗത്തിലുണ്ട് എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർന്നില്ല, നീ എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിനക്ക് ഞാൻ സ്വർഗത്തിൽ തരാം, നീ സ്വർഗത്തിലേക്ക് ധൈര്യമായി പ്രവേശിച്ചോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്നത്. അപ്പൊ ഇതാണ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും
ആ മനുഷ്യന് ഏറ്റവും ലഭിക്കുന്ന ഏറ്റവും ചെറിയ നിസാരമായ അനുഗ്രഹമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബാക്കിയുള്ള അനുഗ്രഹങ്ങളെല്ലാം എന്തായിരിക്കുമെന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. അതുകൊണ്ട് ആ സ്വർഗമായിരിക്കണം നമ്മുടെ മനസ്സുകളിൽ ലക്ഷ്യമായി ഉണ്ടാകേണ്ടുന്നത്. പണ്ഡിതന്മാർ ഹദീസുകളെയും ആയത്തുകളെയും വെച്ചുകൊണ്ട് എങ്ങനെയാണ് സ്വർഗമെന്ന് ചെറിയ രൂപത്തിൽ വിശദീകരിക്കുകയുണ്ടായി. പൂർണ്ണമായ പ്രകാശപൂരിതമായ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാകുന്നു സ്വർഗം. താഴ്ഭാഗത്തുകൂടെ അരുവികളും പുഴകളും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അല്ലെ, പാലിന്റെയും തേനിന്റെയും മദ്യത്തിന്റെയും അരുവികൾ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വലിയ വലിയ പൂന്തോട്ടങ്ങൾ, സുഗന്ധം പരത്തുന്ന മരങ്ങൾ, പച്ചപ്പാർന്ന തണൽ വിരിക്കുന്നതായ വലിയ വലിയ മരങ്ങളാണ് സ്വർഗത്തിലുള്ളതും. അകത്തുനിന്ന് പുറത്തോട്ടും പുറത്തുനിന്ന് അകത്തേക്കും കാണുന്ന രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട വീടുകൾ, അതും തന്നെ തട്ടുതട്ടുകളായി മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന വീടുകളാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ ഒരു വിഷമവുമില്ല, അവന് പിന്നെ ഒരു ടെൻഷനുമില്ല, ഒരു സങ്കടങ്ങളോ ഒരു ദുരിതങ്ങളോ യാതൊരുവിധ മാനസികമായ ശാരീരികമായ ഒരു പ്രശ്നവും അവനവിടെ ഉണ്ടാവുകയില്ല എന്നതാണ്. നേർത്ത മെത്തകളായിരിക്കും അവിടെ ഉണ്ടാവുക, സുഗന്ധം പൂശിയ തലയണകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബാലന്മാർ, എവിടെ നോക്കിയാലും മുത്തും പവിഴവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രതലങ്ങൾ, അതുപോലെ തന്നെ എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളുമുള്ള നമ്മുടെ മനസ്സിനെ വിഭാവനം ചെയ്യാൻ കഴിയാത്ത ഓരോ വലിയ 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 അനുഗ്രഹങ്ങൾ പുതുതായി ഉണ്ടാകുന്ന സ്വർഗമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ആ സ്വർഗത്തിനു വേണ്ടി മാറ്റിവെക്കുകയും യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് മരണശേഷമാണ് എന്ന ചിന്തയിലേക്ക് നാം ഓരോരുത്തരും എത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിനു വേണ്ടി അമലുകൾ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെയും തുടർന്നങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഭൗതിക ലോകത്ത് നാം ഉണ്ടാക്കുന്ന ഭവനങ്ങൾ അത് ഒരു സമയമെത്തിയാൽ നശിച്ചു പോവുകയും അതല്ലെങ്കിൽ ആ പാർപ്പിടത്തിൽ താമസിക്കാനുള്ള മനുഷ്യർ ഒരു സമയമെത്തിക്കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്നും ആണ് നാം സൂചിപ്പിച്ചത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വർഗത്തിലാണ് ഭവനം നിർമ്മിക്കാനുള്ള പണികൾ എടുക്കേണ്ടത് എന്നതൊക്കെയാണ് ആദ്യ ഖുതുബയിൽ സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരതുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് പ്രത്യേകമായ ഭവനം സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. അതിൽ ഒന്ന്, ഒരു ദിവസം 12 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ, റവാത്തിബായ സുന്നത്ത് നമസ്കാരങ്ങൾ 12 റക്അത്ത് ഒരാൾക്ക് നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ ബനല്ലാഹു ലഹു ബൈത്തുൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് വേണ്ടി സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും. ഏതൊക്കെയാണ് 12 റക്അത്ത്? അർബഅൻ ഖബ്ല ദുഹർ, ദുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, വറകഅതൈനി ബഅദഹ, അതിന്റെ ശേഷം 2 റക്അത്ത്, വറകഅതൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷം 2, വറകഅതൈനി ബഅദൽ ഇശാഇ, ഇശാഇന് ശേഷം 2, ടോട്ടൽ 10 റക്അത്ത്. അതുപോലെ തന്നെ വറകഅതൈനി ഖബ്ലൽ ഫജ്ർ, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്. അങ്ങനെ 12 റക്അത്ത് ഒരാൾക്ക് സുന്നത്ത് നമസ്കാരമായി കൊണ്ട് ഒരു ദിവസം നിസ്കരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവന് വേണ്ടി പ്രത്യേകമായ ഒരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പണിതു നൽകുമെന്നാണ്. രണ്ടാമത്തത്, കടുത്ത പരീക്ഷണങ്ങളിൽ അല്ലാഹുവിനെ സ്തുതിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ തോറ്റുപോകുന്നു എന്ന് തോന്നുന്ന അത്രമേൽ വലിയ പരീക്ഷണം
കടന്നു വരുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാനും ഇസ്തിർജാ ചൊല്ലാനും ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കുമെന്ന് ഹദീസുകളിൽ നിന്നും വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ മകൻ മരണപ്പെട്ടു. അവന്റെ മകൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് അവൻ കേൾക്കുന്നത്. ഫസ്വബറ വസ്തർജഅ. ആ വാർത്തയിൽ അവൻ ക്ഷമിക്കുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്താൽ അവന് വേണ്ടി അള്ളാഹു പ്രത്യേകമായ ഒരു ഭവനം തന്നെ സൃഷ്ടിച്ചു കൊടുക്കുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മലക്കുകളോട് അള്ളാഹു തന്നെ പേര് വെക്കാൻ പറയും. വസമ്മൂഹു ബൈത്തുൽ ഹംദ്. തന്റെ മകൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സമ്മാനമായി നിർമ്മിക്കപ്പെട്ട ആ ഭവനത്തിന് ബൈത്തുൽ ഹംദ് എന്ന് ഓ നബിയെ അല്ലെങ്കിൽ ഓ മലക്കുകളെ നിങ്ങൾ പേര് വെക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. മറ്റൊന്ന്, മൂന്നാമത്തെ ഒരു കാര്യം, ആരെങ്കിലും ദുനിയാവിൽ സ്വന്തമായ ഒരു പള്ളി നിർമ്മിക്കാൻ അവന് സാധിച്ചു. മൻ ബനാ മസ്ജിദൻ ലില്ലാഹ്. ദുനിയാവിൽ ഒരു പള്ളി വെക്കാൻ അവന് സാധിച്ചു എങ്കിൽ ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിത്ലുഹു. അവന് വേണ്ടി അതുപോലെയുള്ള ഒരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പണിതു കൊടുക്കുമെന്നാണ്. ഒന്ന് ആലോചിച്ചാൽ പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട് നമ്മൾ മോടി പിടിപ്പിക്കുന്നു. അത്രയൊന്നും ലക്ഷം വേണ്ടാതെ തന്നെ നമുക്ക് ചെറിയ ഒരു പള്ളി നമ്മൾ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് അതിന് സാധിക്കുന്നവർ അങ്ങനെ ചെയ്താൽ, ഒരു ചെറിയ പള്ളി നിർമ്മിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നാളെ പരലോകത്ത് ഇടമുറിയാത്ത പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സൽക്കർമ്മമായിട്ടാണ് അതിനെ വിലയിരുത്തേണ്ടത്. അത് നമ്മൾ അതിന് ചെയ്യാൻ സാധിക്കുന്നവർ അത്തരമൊരു പ്രവർത്തനം ചെയ്യുക, പള്ളി നിർമ്മിച്ചു കൊടുക്കുക. മറ്റൊന്ന്, ന്യായം നമ്മുടെ ഭാഗത്താണ്, തർക്കിക്കാൻ അവകാശമുണ്ട്. എന്നിട്ടും വിശ്വാസികൾ പരസ്പരം തർക്കിച്ച് തമ്മിൽ തെറ്റേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ന്യായമുണ്ടായിട്ടും ഒരാൾ തർക്കത്തിന് മുതിരാതെ മാറി നിൽക്കുകയാണ് എങ്കിൽ അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു പ്രത്യേക ഭവനം തന്നെ സൃഷ്ടിച്ചു കൊടുക്കുമെന്ന് ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കർമ്മങ്ങൾ അതൊന്ന് മനസ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നാളെ പിറ്റേന്ന് മരണപ്പെട്ടതിന് ശേഷം നമുക്കും സമാധാനത്തോടെ കഴിയാനുള്ള ഭവനം സൃഷ്ടിക്കാൻ, നിർമ്മിക്കാൻ സാധിക്കുമെന്ന ചിന്തയിലേക്ക് നാം എത്തുകയും അതിനുവേണ്ടി അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് നാളെ പരലോകത്ത് സ്വർഗത്തിൽ സ്വാലിഹീങ്ങളുടെ കൂടെ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്കറിയാം ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കളക്ഷനാണ്. നമ്മുടെ സാധാരണക്കാരായ പ്രവർത്തകന്മാർ അകമഴിഞ്ഞു നൽകുന്ന സ്വതക്കയും മറ്റ് ദാനധർമ്മങ്ങൾ കൊണ്ടുമാണ് നമ്മുടെ പള്ളി എത്തിയത്, ഇത്രയും ഒരവസ്ഥയിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇനിയും നിങ്ങളാൽ കഴിയുന്ന ആത്മാർത്ഥമായ സംഭാവനകൾ നൽകി ഈ പള്ളിയെ സഹായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സ്വതക്ക അത് നമ്മുടെ പരലോകത്ത് കൂട്ടാകുമെന്ന ചിന്തയോടുകൂടെ ഈ സ്വതക്കക്ക്, ഇതിന് പള്ളിക്ക് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്ത് സഹകരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളിലും മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്ക് ഹക്കായി, ബാത്തുലിനെ ബാത്തുലായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആത്മാർത്ഥമായി സന്തോഷത്തോടുകൂടെ ഉച്ചരിച്ച് നിന്റെ അടുക്കലേക്ക് മടങ്ങാനുള്ള മഹാഭാഗ്യം നീ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.